ഹായ് വെൽക്കം ടു റിനീഷ CS Edu World. നമ്മൾ പ്രീവിയസ് വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്തത് പ്രിലിമിനറീസ് ആയിരുന്നു. നെക്സ്റ്റ് ഇസ് കോൺകാറ്റിനേഷൻ. കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ലെറ്റ് യു ആൻഡ് ബി എനി ടു സ്ട്രിങ്സ് ഓഫ് ആൽഫബറ്റ് സിഗ്മ. യുവും ബിയും എന്ന് പറയുന്നത് രണ്ട് സ്ട്രിങ് ആണ്. സിഗ്മയിൽ നിന്ന് ജനറേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് സ്ട്രിങ് ആണ് യുവും ബിയും. Then concatenation of u and b denoted by uv. അതായത് കോൺകാറ്റിനേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. യുവിനെയും ബിനെയും കോൺകാറ്റിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് യു വി എന്നാണ്. ഈസ് എ ന്യൂ സ്ട്രിങ്. കോൺകാറ്റിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പുതിയ സ്ട്രിങ് കിട്ടും. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഒബ്റ്റെയിൻഡ് ബൈ യു ഫോളോഡ് ബൈ വി. ആദ്യം യുവിന്റെ അകത്ത് സ്ട്രിങ് വരും, പിന്നെ വിക്ക് അകത്ത് സ്ട്രിങ് വരും. അപ്പൊ ഇത്രേ ഉള്ളൂ. കോൺകാറ്റിനേറ്റ് ചെയ്യണം, രണ്ട് സ്ട്രിങ്ങിനെ നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇപ്പൊ യുവും വിയും ആ രണ്ട് സ്ട്രിങ്. അങ്ങനെയാണെങ്കിൽ കോൺകാറ്റിനേറ്റ് ചെയ്യുന്നത് യു വി എന്നായിരിക്കും. കോൺകാറ്റിനേറ്റ് ചെയ്താൽ നമുക്ക് പുതിയ കിട്ടുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് ആദ്യം വി എന്ന് പറഞ്ഞ യു എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ് എഴുതുക, അതിനെ ഫോളോ ചെയ്തിട്ട് വി എഴുതുക. ഞാൻ ഇപ്പൊ കാണിച്ചു തരാതെ എങ്ങനെയാന്നുള്ളത്. So for example, u is equal to a1, a2, etc. ai. b is equal to b1, b2, etc. bj. Okay? അതായത് u എന്ന് പറയുന്നത് ഒരു സ്ട്രിങ്, v എന്ന് പറയുന്ന ഒരു സ്ട്രിങ്, നെക്സ്റ്റ് സ്ട്രിങ്. ഇത് രണ്ടും ജനറേറ്റ് ചെയ്തിരിക്കുന്നത് സിഗ്മ എന്ന് പറയുന്ന സിമ്പിൾ എന്നാണ്. അങ്ങനാണെങ്കിൽ കോൺകാറ്റിനേഷൻ നമ്മൾ എഴുതുന്നത് യു വി എന്നാണ്. യു വി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺകാറ്റിനേറ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് a1, a2, etc. ai. അത് കഴിഞ്ഞിട്ട് വി എഴുതുക, വി ഫോളോ ചെയ്തിട്ട് b1, b2, etc. bj. കണ്ടോ? ആദ്യം യു എഴുതിയിട്ടുണ്ട്. യു എന്ന് പറഞ്ഞ a1, a2, etc. a1, ai. v is equal to b1, b2, etc. bj. അങ്ങനാണെങ്കിൽ യു വി എന്ന് പറയുന്നത് എങ്ങനെ എഴുതും? a1, a2, etc. aj, b1, b2, etc. bj. ഇങ്ങനാണെങ്കിലും യു വി എന്നാണ് നമ്മൾ എഴുതുന്നുണ്ടെങ്കിലും ആദ്യം വി എഴുതണം, അതിനെ ഫോളോ ചെയ്തിട്ട് യു എഴുതണം. അപ്പൊ അങ്ങനാണെങ്കിൽ എന്ത് കിട്ടും റിസൾട്ട്? b1, b2, etc. bj, a1, a2, etc. ai. മനസ്സിലായോ? ഇതിന്റെ ഈ ഒരു യു ആണെങ്കിൽ ഈ യുവിന്റെ ലെങ്ത് എത്ര കിട്ടും? യു എന്ന് പറയുന്നത് a1, a2, etc. a. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലെങ്ത് എന്തായിരിക്കും? i ആയിരിക്കും. v എന്ന് പറയുന്നത് എന്താണ്? b1, b2, etc. bj. അപ്പൊ ലെങ്ത് ഓഫ് v is equal to j. അങ്ങനാണെങ്കിൽ വാട്ട് ഈസ് ലെങ്ത് ഓഫ് യു വി? ലെങ്ത് ഓഫ് യു വി എന്ന് പറയുന്നത് എന്താണ്? a1, a2, etc. aj, b1, b2, etc. bj ആണ്. അപ്പൊ എന്താണ് നമുക്ക് കിട്ടുന്നത്? i plus j ആയിരിക്കും. ലെങ്ത് ഓഫ് യു വി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് i plus j ആയിരിക്കും. ലെങ്ത് ഓഫ് യു എന്ന് പറയുന്നത് i ആണ്, ലെങ്ത് ഓഫ് v എന്ന് പറയുന്നത് j ആണ്. അങ്ങനെയാണ് ലെങ്ത് ഓഫ് യു വി എന്ന് പറയുന്നത് എന്തായിരിക്കും? i plus j ആയിരിക്കും. നമ്മൾ ഒരു സ്ട്രിങ് ഉണ്ട് നമ്മുടെ കയ്യില്, അതിനെ ഒരു എം ടി സ്ട്രിങ്ങുമായിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രിങ് ഒരിക്കലും മാറത്തില്ല. ഇതാണ് ഉദ്ദേശിച്ചത്. യു ഇസ് എ സ്ട്രിങ്, then epsilon is the empty string. എപ്സിലോൺ യൂണിയൻ എന്ന് പറയുന്നത് നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? യു ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ സ്ട്രിങ് ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്സിലോണിനെ ഐഡന്റിറ്റി ഓഫ് കോൺകാറ്റിനേഷൻ എന്ന് പറയും. എപ്സിലോണിനെ എന്ത് പറയും? ഐഡന്റിറ്റി ഓഫ് കോൺകാറ്റിനേഷൻ എന്ന് പറയും. ഇഫ് w is equal to uv, w എന്ന് പറയുന്നത് uv ആണെങ്കിൽ യുവിനെ നമ്മൾ പ്രിഫിക്സ് ഓഫ് w, wന്റെ പ്രിഫിക്സ് എന്ന് പറയും. v യെ നമ്മൾ സഫിക്സ് എന്ന് പറയും. സഫിക്സ് ഓഫ് w. Okay, if w is uv, w is equal to uv, then u is known as prefix of w.
and V is known as suffix of W. അപ്പം നമ്മൾക്ക് ഒരു സ്ട്രിങ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പ്രിഫിക്സും സഫിക്സും എങ്ങനെയാ എഴുതുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം ഇഫ് W is equal to 0011 നമുക്ക് തന്നിരിക്കുന്നത് W എന്ന് പറയുന്നത് 0011 ആണ്. അപ്പൊ ഏതൊക്കെയാണ് സെറ്റ് ഓഫ് സഫിക്സസും പ്രിഫിക്സസും വരുന്നെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സെറ്റ് ഓഫ് സഫിക്സ്, പ്രിഫിക്സ് എഴുതാം ആദ്യം. സെറ്റ് ഓഫ് പ്രിഫിക്സ് ആദ്യം എന്തായാലും എപ്സിലോൺ എന്ന് പറയുന്നത് സഫിക്സിന്റെയും പ്രിഫിക്സിന്റെയും ഒരു എലിമെന്റ് ആണ്. അപ്പൊ ആദ്യം എപ്സിലോൺ എഴുതി. പ്രീ എന്ന് പറയുമ്പോൾ മുന്നിന്ന് എഴുതി പോവാം. അപ്പൊ ആദ്യം എന്ത് വരും? 0 മാത്രം വരാം. അടുത്തത് 00 വരാം. നെക്സ്റ്റ് 001 വരാം. നെക്സ്റ്റ് 0011 വരാം. This is a set of prefix. Set of suffix. ഞാൻ പറഞ്ഞു പ്രിഫിക്സിനകത്തും സഫിക്സിനകത്തുള്ള എലിമെന്റ് സിഗ്മ എഴുതി. ഇനിയും സഫിക്സ് എന്ന് പറയുമ്പോൾ ബാക്കിൽ നിന്ന് വേണം എഴുതി വരാൻ. ആദ്യം ബാക്കി കിടക്കുന്നത് 1. നെക്സ്റ്റ് ഏതാ? 11. നെക്സ്റ്റ് 011. അടുത്തത് 0011. This is a set of prefix and suffix. Next is palindrome. Palindrome is a string which is same whether writing forward or backward. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് എഴുതിയാലും ബാക്കിൽ നിന്ന് എഴുതിയാലും ആ സ്ട്രിങ് സെയിം ആയിട്ട് വരുന്നതിനെയാണ് എന്ത് പറയാ? പാലിൻഡ്രോം എന്ന് പറയും. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ എന്ന് പറയുന്നത് മലയാളം. ഫ്രണ്ടിൽ നിന്ന് വായിച്ചാലും മലയാളം എന്നാണ്, ബാക്കിൽ നിന്ന് വായിച്ചാലും മലയാളം എന്നാണ്, ഇങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും മലയാളമാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ പാലിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സ്ട്രിങ്ങിനെയാണ് എന്ത് പറയാ? പാലിൻഡ്രോം സ്ട്രിങ് എന്ന് പറയാം. ഫ്രണ്ടിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാലും അതിന്റെ സ്ട്രിങ്ങും അതിന്റെ സ്ട്രിങ്ങിന്റെ റിവേഴ്സും സെയിം ആണെങ്കിൽ അതിനെ പാലിൻഡ്രോം എന്ന് പറയും. ഒരു സ്ട്രിങ് ഈവൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഈവൻ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. U is equal to AB, then U raised to R എന്ന് പറയുന്നത് എന്താണ്? സ്ട്രിങ്ങിന്റെ റിവേഴ്സ്. റിവേഴ്സ് എന്തായിരിക്കും? BA ആയിരിക്കും. ഓക്കെ, അപ്പം U എന്ന് പറയുന്ന AB ആണ്, U raised to R എന്ന് പറയുന്ന സ്ട്രിങ്ങിന്റെ റിവേഴ്സ് ആണ്. അതെന്താണ്? BA ആണ്. അങ്ങനാണെങ്കിൽ U raised to R എന്ന് എടുത്ത് നോക്കി. അതായത് യുവും U raised to R, U raised to R എന്ന് പറയുന്ന സ്ട്രിങ്ങിന്റെ റിവേഴ്സും ഞാൻ കോൺകാറ്റിനേറ്റ് ചെയ്യാം. അതെന്ത് കിട്ടും? ABBA എന്ന് കിട്ടും. ഓക്കെ, ഇതൊരു പാലിൻഡ്രോം സ്ട്രിങ് അല്ലേ? അപ്പം മനസ്സിലായത്? ഏതൊരു സ്ട്രിങ് ആയിക്കോട്ടെ ആ സ്ട്രിങ്ങും ആ സ്ട്രിങ്ങിന്റെ റിവേഴ്സും എടുക്കുക, അതിനെ കോൺകാറ്റിനേറ്റ് ചെയ്താൽ വി ഗെറ്റ് എ പാലിൻഡ്രോം. നെക്സ്റ്റ് ഇസ് ദ ലാംഗ്വേജ്. ലെറ്റ് സിഗ്മ ബി ആൻ ആൽഫബറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സിഗ്മയാണ് ആൽഫബറ്റ്. ആൻഡ് സിഗ്മ സ്റ്റാർ. സിഗ്മ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? all set of strings that is generated by sigma ആണ്. അപ്പൊ അതാ പറഞ്ഞത് sigma be the set of all strings over sigma. സിഗ്മ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സ്ട്രിങ്ങും ആണ് എന്തിനകത്ത് വരുന്നത്? സിഗ്മ സ്റ്റാറിന്റെ അകത്ത് വരുന്നത്. കൺസിഡർ സബ്സെറ്റ് ഓഫ് സിഗ്മ സ്റ്റാർ. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാമാണ് സിഗ്മ സ്റ്റാറിന്റെ അകത്ത് ഉള്ളതെന്ന് പറഞ്ഞു. സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കുറച്ച് എലിമെന്റ്. ഓക്കെ, ആ സബ്സെറ്റ് ഓഫ് സിഗ്മ സ്റ്റാർ. അങ്ങനാണെങ്കിൽ ദിസ് സബ്സെറ്റ് സിഗ്മ സ്റ്റാറിൽ നിന്ന് ഉണ്ടാക്കുന്ന ആ സബ്സെറ്റിനെയാണ് എന്ത് പറയുന്നത്? ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പം ലാംഗ്വേജ് ഓവർ സിഗ്മ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് L എന്ന് പറഞ്ഞിട്ടുള്ള സിംബൽ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായോ? സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫബറ്റ് ആണ്. സിഗ്മ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സ്ട്രിങ്ങിനെയുമാണ് സിഗ്മ സ്റ്റാറിന്റെ അകത്ത് വരുന്നത്. അപ്പൊ അതിന്റെ സബ് സ്ട്രിങ്, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ആ സെറ്റ് ഓഫ് സ്ട്രിങ് ഉണ്ടല്ലോ, അതിന്റെ സബ് കുറച്ച് സെറ്റിന്റെ അകത്ത് വരുന്ന എലിമെന്റ്സ് ആയിരിക്കും ഏതിന്റെ അകത്ത് വരുന്നത്? ലാംഗ്വേജിന്റെ അകത്ത് വരുന്നത്. ആ ലാംഗ്വേജിനെ ഡിനോട്ട് ചെയ്യുന്നത് L എന്ന് പറഞ്ഞിട്ടുള്ള സിംബൽ വെച്ചിട്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. L is the subset of sigma star. L എന്ന് പറയുന്നത് സിഗ്മ സ്റ്റാറിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ കാണിച്ചു തരാം.
സിഗ്മ എന്ന് പറയുന്നത് 0യും 1ഉം ആണെന്നിരിക്കട്ടെ. അങ്ങനാണെങ്കിൽ സിഗ്മ സ്റ്റാർ എന്തുമായിരിക്കും? എപ്സിലോൺ 0 1 0 0 1 1 0 1 1 0 0 0 1 0 1 0 1 0 0 etc. ഇതാണ് സിഗ്മ സ്റ്റാർ. എൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തെ കുറച്ച് എലിമെന്റ് മാത്രം എടുക്കുന്നത്. എപ്സിലോൺ 0 1 0 0 1 1 ഇങ്ങനെ മാത്രം എടുക്കുന്ന കുറച്ച് സബ്സെറ്റിനെയാണ് എന്ത് പറയുന്നത്? ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു എക്സാമ്പിൾ. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? ഇതാണ് സെറ്റ് ഓഫ് പ്രിലിമിനറീസ് യൂസ്ഡ് ഇൻ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.